മക്കളെ, CBSEയുടെ ക്ലാസ് 10 റിസൾട്ട് ഏപ്രിൽ മാസം 10-ാം തീയതിയോടുകൂടി ഡിക്ലെയർ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആദ്യം പറഞ്ഞത് ഏപ്രിൽ 20-ാം തീയതിയോടുകൂടി ഡിക്ലെയർ ചെയ്യുമെന്നാണ്. അതിനുശേഷം ഏപ്രിൽ 2nd വീക്ക് എന്ന് അവർ പറഞ്ഞു. ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് ഏകദേശം 10-ാം തീയതി അല്ലെ മാക്സിമം 13-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ക്ലാസ് 10 റിസൾട്ട് ഈ പറയുന്ന ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അപ്പോൾ ചിലർക്ക് നല്ല റിസൾട്ട് കിട്ടാം, ചിലർക്ക് ചിലപ്പോൾ റിസൾട്ട് കുറച്ച് പുറകോട്ടൊക്കെ പോവാം. നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഈ മാർക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തെ നിർണ്ണയിക്കുക. നമ്മുടെ വിജയം നിർണ്ണയിക്കുന്നതിൽ മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ ഈ ജീവിത വിജയത്തിലേക്കുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ നമ്മുടെ ഈ അവസരങ്ങൾ ഈ മാർക്ക് കുറയുമ്പോൾ നമുക്ക് കുറയാൻ തുടങ്ങും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു MNC ഒരു റിക്രൂട്ട്മെൻറ്റിന് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഒരു ക്രൈറ്റീരിയ കാണും. അതായത് അവർ പറയുന്നതാണ് എല്ലാ അക്കാഡമിക് സെക്ഷനിലും 90% മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് 10th-ലും +2-ലും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഇതിലെല്ലാം നമുക്ക് എന്ത് വേണം, 90% ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻ കേസ് നമുക്കതില്ലെങ്കിൽ നോക്കിയേ, അവിടെ നമ്മുടെ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടുവാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അവരൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിരിക്കും എപ്പോഴും താല്പര്യപ്പെടുക. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് ഒക്കെ എഴുതുമ്പോൾ എൻട്രൻസിൻ്റെ മാർക്ക് മാത്രമല്ല, ചില പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ +2ൻ്റെ മാർക്കും കൂടെ ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന മാർക്ക് അത്ര ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇവരുടെ അക്കാഡമിക് പെർഫോമൻസ് നോക്കും അല്ലേ, നമുക്ക് ആ മാർക്ക് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു കട്ട് ഓഫ് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടുകയാണ് അല്ലേ. ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ കോളേജിൽ ആ കോഴ്സ് പഠിക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, അതിൽ താഴ്ന്ന ഒരു കോളേജിൽ പോയി നമ്മൾ ഈ പറയുന്ന പോലെ പഠിക്കും. അതിൻ്റെ വില ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് നമുക്ക് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ക്ലാസ് 10ലേക്ക് നമ്മുടെ CBSE ബോർഡ് രണ്ടാമതൊരു എക്സാം കൂടെ ഈ പറയുന്ന നടത്തുന്നുണ്ട്. അത് ഒരവസരമാണ്, മനസ്സിലായില്ല? അത് നമുക്ക് എന്താണ്, ഒരവസരമാണ്. ഇൻ കേസ് നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു മാർക്ക് കുറവാണെങ്കിൽ അല്ലേ, ഏതെങ്കിലും സബ്ജക്റ്റിന് ചിലപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ, കൂടുതലും കുട്ടികൾക്ക് മാർക്ക് കുറയാൻ മാത്സും സയൻസും ആയിരിക്കും. അതിൽ മാത്സിൽ ഇപ്രാവശ്യം കേരളത്തിൽ എഴുതിയ കുട്ടികൾക്ക് അത്ര മാർക്ക് കുറയാൻ സാധ്യത കുറവാണ്. കാരണം സ്റ്റാൻഡേർഡിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു. പക്ഷേ ബേസിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ പറയുന്ന പോലെ പാടായി പോവുകയും ചെയ്തു. അതുപോലെ തന്നെ പക്ഷേ ബാംഗ്ലൂർ സെക്ഷനിൽ എഴുതിയവരോ അല്ലെങ്കിൽ നോർത്ത് റീജിയനിലൊക്കെ എഴുതിയവർക്കൊക്കെ നല്ല കോമ്പിറ്റൻസി ആയിട്ടുള്ള കറക്റ്റ് നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് ഈ പറയുന്നത് പോലെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ പറയുന്ന CBSE തരുവാണ്. അപ്പോൾ നമ്മൾ ഈ അവസരം എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ ഈ പറയുന്ന പോലെ ഉപയോഗിക്കുക. മാക്സിമം നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ 3 സബ്ജക്റ്റ് വരെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 ഒന്നും എഴുതണമെന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾ മെയിൻലി ഒരെണ്ണം ഫോക്കസ് ചെയ്യില്ല, മാക്സിമം 2 അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങിയവരായിരിക്കണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ മെയിൻലി ഒരു 2 അല്ലെങ്കിൽ 1 നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്നത് പോലെ നല്ലപോലെ ഫോക്കസ് ചെയ്യുക. ഏതാണോ മാർക്ക് കുറവുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പഠിച്ച് അതിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ ഈ 2nd ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് മിഷൻ 90+ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇത് പൂർണ്ണമായിട്ടും ലൈവ് ക്ലാസ്സുകളായിരിക്കും. അതുപോലെ തന്നെ ഒരു ബാച്ചിൽ വളരെ കുറച്ച് കുട്ടികൾ, മാക്സിമം 15 അല്ലെങ്കിൽ 20 കുട്ടികൾ വെച്ചിട്ടുള്ള ബാച്ചുകളായിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ കുട്ടിക്കും ആ പേഴ്സണലായിട്ടുള്ള അറ്റൻഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നയിക്കുന്നത് കോമ്പിറ്റൻസി സിലബസിൽ എക്സ്പേർട്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡും ആയിട്ടുള്ള മെൻറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെയധികം എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 16 തേഴ്സ്ഡേ മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ക്ലാസ് ഒന്ന് മെസ്സേജ് ചെയ്യുക.